നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി. കുട്ടികളുടെ പല്ല് കേട് വന്നാൽ അത് എടുത്തു കളയണോ? അത് പാൽപ്പല്ലല്ലേ? അത് പോയിട്ട് പുതിയ പല്ല് എന്തായാലും വരുമല്ലോ. റൂട്ട് കനാലൊക്കെ ചെയ്ത് വെറുതെ അടയ്ക്കണോ അത്? ഇത് ശരിയാണോ? നിങ്ങൾ പലരും ഡോക്ടറിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. സ്ഥിരപ്പല്ലുകൾ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പാൽപ്പല്ലുകൾ. കുട്ടികൾക്ക് 6 മാസം ആകുമ്പോഴാണ് ആദ്യത്തെ പല്ല് വരുന്നത്. പിന്നെ ഒരു 3 വയസ്സാകുമ്പോഴേക്കും പാൽപ്പല്ലുകളെല്ലാം തന്നെ വന്നിട്ടുണ്ടാകും. ഈ പാൽപ്പല്ലുകൾ കുട്ടികൾക്ക് ചവയ്ക്കാൻ മാത്രമല്ല സഹായിക്കുന്നത്, മറിച്ച് സ്ഥിരപ്പല്ലുകൾക്ക് വഴികാട്ടിയായി നിൽക്കുന്നതും ഈ പാൽപ്പല്ലുകളാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ പാൽപ്പല്ലിനും പകരം വരുന്ന പല്ലുകൾ കറക്റ്റ് പൊസിഷനിൽ വരാൻ വേണ്ടി ഈ പാൽപ്പല്ലുകൾ സഹായിക്കും. അതുകൊണ്ട് സ്ഥിരപ്പല്ലുകൾ വരുന്നത് വരെ ഈ പാൽപ്പല്ലുകൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഒരു കാരണവശാൽ ഈ പല്ല് എടുക്കേണ്ടി വന്നാൽ, എടുത്തു കളഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ബാക്കിയുള്ള പല്ലുകൾ ഈ പോയ പല്ലിൻ്റെ സ്ഥലത്തേക്ക് നീങ്ങുകയും പുതിയ പല്ല് വരുന്നത് സ്ഥിരപ്പല്ലുകൾ വരാനുള്ള സ്പേസ് ഇല്ലാതാവുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ പല്ല് നിരതെറ്റി വരും. പിന്നീട് ഇത് ശരിയാക്കാൻ വേണ്ടി നമുക്ക് കമ്പിയൊക്കെ ഇട്ട് നേരെയാക്കേണ്ടി വരും. അതായത് പല്ലിൽ നമ്മൾ കമ്പിയിട്ട് ആ 1.5 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം എടുക്കുന്ന ആ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം കുട്ടികളുടെ പല്ല് എടുക്കണോ അതോ അടയ്ക്കണോ എന്നുള്ളത്. തുടക്കത്തിൽ പല്ല് നിറവ്യത്യാസം കാണുമ്പോൾ തന്നെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പല്ല് സേവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് കുട്ടികളുടെ പുഞ്ചിരി നിലനിർത്താൻ സാധിക്കും. അങ്ങനെ കുട്ടികളുടെ ആത്മവിശ്വാസം തന്നെ നമുക്ക് ഉയർത്താം. കുട്ടികൾ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കട്ടെ.